ഹലോ ഡിയേഴ്സ്, സൈറം ഫാഷൻ കോർണറിലേക്ക് എവരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഇന്ന് ഈ തമ്പനയിൽ കാണുന്ന പോലെ ഒരു കോട്ടാണ് കേട്ടോ നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നത് കാണിക്കുന്നത്. അപ്പോൾ ഇതൊരു ഫുൾ കോട്ടായിട്ട് ഇടാൻ താല്പര്യമുള്ളവർക്ക് അങ്ങനെ ചെയ്യാം. ഇനിയല്ല നമുക്കൊരു ഫ്രോക്ക് ഡ്രസ്സ് പോലെ ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ഇടാവുന്നൊരു സംഭവമാണ്. ഒരു സ്ലീവ് മാത്രം, ഒരു കൈ മാത്രം അതിൻ്റെ കൂടെ അടിച്ചു കൊടുത്താൽ മതി. അപ്പോൾ ഇതെങ്ങനെയാണ് അതിൻ്റെ മെഷർമെൻറ്റ് എടുക്കുന്നത് എന്നാണ് കാണിക്കുന്നത്. സെയിം ഞാൻ സ്റ്റിച്ച് ചെയ്ത് കൊടുത്ത ഒരു കോട്ട് തന്നെയാണ് അളവിന് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ അതിൽ നിന്ന് മെഷർമെൻറ്റ് എടുക്കുന്നതാണ് കാണിക്കുന്നത്. ജസ്റ്റ് അതിൻ്റെ ലെങ്ത്ത്, അതുപോലെ തന്നെ ഏറ്റവും താഴെ വരുന്ന ആ ഒരു പോർഷനിലെ വിഡ്ത്ത്, ഇത് രണ്ടുമാണ് ഞാനിവിടെ അളവായിട്ട് എടുത്തിരിക്കുന്നത്. അതെന്തിനു വേണ്ടിയിട്ടാണെന്നറിയോ? നമ്മുടെ കയ്യിൽ ഇപ്പം സ്റ്റിച്ച് ചെയ്യാൻ കൊണ്ടുവന്നിരിക്കുന്ന മെറ്റീരിയൽ നല്ല വിഡ്ത്ത് ഉള്ളതും എന്നാൽ ലെങ്ത്ത് നമുക്ക് കുറവുള്ള മെറ്റീരിയലാണ്. അപ്പോൾ നോർമലി നമ്മൾ കട്ട് ചെയ്യാനിടുന്ന രീതിയിലല്ല ഇതിനെ ഇടുന്നത്. ആ വിഡ്ത്ത് എങ്ങനെയാണോ ഉള്ളത് ആ ഒരു പോർഷനാണ് നമ്മൾ ലെങ്ത്തായിട്ട് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കുന്നത്. ഓക്കെ, ഞാൻ പറഞ്ഞാൽ മനസ്സിലായോ? സെൽവെഡ്ജിൻ്റെ പോർഷൻ മേലെയും താഴെയായിട്ട് വരുന്ന രീതിയിലാണ് നമ്മൾ തുണി കട്ട് ചെയ്യാനായിട്ട് ഇട്ടിരിക്കുന്നത്. സാധാരണ രീതിയിൽ അത് സൈഡിലായിരിക്കും. ഈ കനം കൂടിയ ഭാഗം ഉണ്ടല്ലോ, അതിനാണ് സെൽവെഡ്ജ് എന്ന് പറയുന്നത്. അത് നോർമലി അത് സൈഡിൽ വരുന്ന രീതിയിലായിരിക്കും നമ്മൾ ഇടാറുള്ളത്. അപ്പോൾ തുണി എങ്ങനെയാണ് കട്ട് ചെയ്യാനിടുന്നതെങ്കിൽ അതിൻ്റെ ഒരു കണക്ക് കൃത്യമായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അതിൻ്റെ ലെങ്ത്തും അതുപോലെ തന്നെ ഏറ്റവും വീതി കൂടിയ ഭാഗത്തിൻ്റെ വിഡ്ത്ത് എത്രയാണോ അതും എടുക്കുന്നത്. അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് കുറച്ചും കൂടിയും തയ്യൽ തുമ്പും കൂടി കൂട്ടിയിട്ടിട്ട് തുണീനെ മടക്കിയെടുക്കാൻ പറ്റുമല്ലോ. അപ്പം അങ്ങനെ ഞാൻ ഇതിനെ മടക്കി അതിൻ്റെ അളവൊന്ന് നോക്കിയിട്ട് മടക്കി എടുത്തിട്ടുണ്ട്. ശേഷം നമ്മുടെ കയ്യിൽ അളവ് ടോപ്പ് ഉണ്ടല്ലോ, അതിനെ വെച്ച് കറക്റ്റായിട്ട് ബാക്ക് പോർഷനാണ് ഇപ്പോൾ കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. അതിൽ വേറെ മാറ്റങ്ങളൊന്നും വരുത്തിയിട്ടില്ല. ബാക്കിൽ കോളർ വരുന്നത് കൊണ്ട് തന്നെ ബാക്കിലെ നെക്കും കട്ട് ചെയ്തിട്ടില്ല. ജസ്റ്റ് ആ ഒരു ഷേപ്പ് സീം അലവൻസ് കൊടുത്ത് നമ്മൾ കട്ട് ചെയ്ത് എടുത്തിരിക്കുന്നു കൃത്യം അളവിലേക്ക്. ഇനി നമുക്ക് ഫ്രണ്ടിലെ ഭാഗമാണ് കട്ട് ചെയ്തെടുക്കാനായിട്ടുള്ളത്. അപ്പോൾ അത് കട്ട് ചെയ്തെടുക്കുമ്പോൾ നമ്മൾ ഈ പറഞ്ഞതുപോലെ തന്നെ ബാക്കിലെ അളവിനേക്കാൾ ഒരു 6 ഇഞ്ച് കൂടുതൽ വരുന്ന രീതിയിലാണ് നമ്മൾ ഈ ഒരു പീസിനെ മടക്കിയിട്ടിരിക്കുന്നത്. അപ്പോൾ ഇപ്പം എൻ്റെ കൈൻ്റെ സൈഡിലിരിക്കുന്ന ഫോൾഡിങ് സൈഡാണ്, മടക്കുള്ള ഭാഗമാണ് എൻ്റെ കൈൻ്റെ അവിടെ ഇരിക്കുന്നത്. അവിടെ ഒരു 6 ഇഞ്ച് ഞാൻ എക്സ്ട്രാ ഇട്ടിട്ടുണ്ട്. ബാക്കിലത്തെ ആ ഒരു പീസ് വെച്ചിട്ടുണ്ടല്ലോ, അതിൽ നിന്ന് ഒരു 1/2 ഇഞ്ച് നീക്കി ഒരു മാർക്കിങ്ങും കൊടുത്തിട്ടുണ്ട്. കണ്ടോ, ഇപ്പം ഞാൻ മാർക്ക് ചെയ്യുന്നത് ഒരു 1/2 ഇഞ്ച് നീക്കിയിട്ട് ഒരു മാർക്കിംഗ് ആണ് കൊടുക്കുന്നത്. ശേഷം നമ്മൾ എത്രയാണോ എക്സ്ട്രാ എടുത്തിരിക്കുന്നത്, ഒരു 6 ഇഞ്ചോ 7 ഇഞ്ചോ നമുക്ക് എക്സ്ട്രാ എടുക്കാം ആ ഒരു ഭാഗത്ത്. ഇപ്പം ഞാൻ കാണിച്ചു തരുന്ന ആ ഭാഗത്ത്. അപ്പോൾ തുണി ഫോൾഡിങ് ആയിട്ടുള്ള മടക്കുള്ള ഭാഗമാണ് ഇട്ടിരിക്കുന്നത്, അതും കാണിക്കുന്നുണ്ട്. അപ്പോൾ അവിടെ ഒരു 7 ഇഞ്ച് വരെ നമുക്ക് എക്സ്ട്രാ എടുത്ത് കൊടുത്തിട്ടുണ്ട്. ബാക്ക് കട്ട് ചെയ്ത് വെച്ചതിനേക്കാൾ കൂടുതലായിട്ട് ഫ്രണ്ടിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കുന്നതാണ് കേട്ടോ ഈ 7 ഇഞ്ച്. ബാക്കിയുള്ളതെല്ലാം നമ്മൾ ബാക്ക് എങ്ങനെയാണോ കട്ട് ചെയ്തത് ആ അതേ അളവിലേക്ക് തന്നെയാണ്, അതേപോലെ തന്നെയാണ് നമ്മളിപ്പോൾ ഫ്രണ്ടിൻ്റെ പോർഷനും കട്ട് ചെയ്ത് എടുക്കാൻ പോകുന്നത്. അപ്പോൾ സെയിം നിങ്ങൾക്ക് ഇങ്ങനെ കാണിച്ചു തരുമ്പോൾ ആ പാറ്റേൺ, ബാക്കിലെ പാറ്റേൺ കട്ട് ചെയ്തിട്ടിരിക്കുന്നത് അത് അതേ രീതിയിൽ തന്നെ അതിൻ്റെ മേലെ കൂടെ ഇട്ടിട്ട് ഞാൻ കട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവും ഇതെങ്ങനെയാണ് ഞാൻ ചെയ്തു പോയിരിക്കുന്നതെന്ന്. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ കാണിച്ചു തരുന്നത്. ഇപ്പോൾ ഇതാ ബാക്കിലെ നെക്ക് മാത്രം ഞാനൊന്ന് ഒരു 1/2 ഇഞ്ചിൽ ഒന്ന് കട്ട് ചെയ്തെടുത്തിരിക്കുകയാണ്. ഇനി ഫ്രണ്ടിലെ പീസ് നമുക്ക് അവിടെ ഉണ്ട്. ഇപ്പോൾ ഫ്രണ്ടിലെ പീസിൽ ഞാൻ 1/2 ഇഞ്ചിലേക്ക് ഒരു വര കൊടുത്തിട്ടുണ്ടായല്ലോ, ആ 1/2 ഇഞ്ചിലെ വര, അതായത് ബാക്കിനെ അപേക്ഷിച്ച് ഫ്രണ്ടിലേക്ക് ഒരു 1/2 ഇഞ്ച് കൂട്ടിയിട്ടിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. ആ ഒരു 1/2 ഇഞ്ചിലത്തെ ലൈനിൽ കണക്കാക്കിയിട്ടാണ് ഇപ്പം പിടിച്ച് ഒന്നവിടെ ഫോൾഡിങ് ആയിട്ട് കൊടുക്കുന്നത്. ആ ഒരു നമ്മൾ എക്സ്ട്രാ എടുത്തിരിക്കുന്ന 7 ഇഞ്ചിൽ 1/2 ഇഞ്ച് കഴിച്ച് ബാക്കിയുള്ളത് 6.5 ഇഞ്ച് ഞാനവിടെ മടക്കി ഇട്ടിട്ടുണ്ട്. അതിനുശേഷം ഈ ബാക്ക് പോർഷൻ നമ്മൾ അതിൻ്റെ മേലെ കൂടെ ഒന്നും കൂടി ഇട്ട് കാണിക്കാൻ കേട്ടോ. അപ്പോൾ ഈ കാണുന്ന രീതിയിൽ വേണം കഴുത്തിനുള്ള വിഡ്ത്ത് നമുക്കവിടെ മാർക്ക് ചെയ്ത് കൊടുക്കാൻ. ബാക്കിലെ കഴുത്ത് എത്രയാണോ അത് തന്നെ വേണം നമുക്ക് ഫ്രണ്ടിലെ കഴുത്തിൻ്റെ വിഡ്ത്തുമായിട്ടും കൊടുക്കാനായിട്ട്. നമ്മൾ ആ എക്സ്ട്രാ ഇട്ട് കൊടുത്തിരിക്കുന്ന 1/2 ഇഞ്ച് നമുക്ക് അവിടെ കാണാനും പറ്റണം. ശേഷം നമ്മളിതാ കർവ് സ്കെയിൽ വെച്ചിട്ട് നമുക്ക് നെക്കിനുള്ള ലെങ്ത്തും കൂടി അവിടെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് കർവ് സ്കെയിൽ കൊണ്ട് ഷേപ്പ് ചെയ്ത് കൊടുക്കുകയാണ്. ഇവിടെ ഞാൻ ഒരു 5-5.25 ഇഞ്ചാണ് നെക്കിൻ്റെ ലെങ്ത് ആയിട്ട് എടുത്തിരിക്കുന്നത്. ആ ലെങ്ത്ത് അവിടെ ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. വിഡ്ത്ത് നമ്മൾ മാർക്ക് ചെയ്ത് നിങ്ങൾക്ക് അറിയാം.
അപ്പം അത് കൃത്യമായിട്ട് നമ്മളവിടെ ഒന്ന് മാർക്ക് ചെയ്ത് എടുക്കുന്നതാണ് കാണിക്കുന്നത്. നമുക്ക് ആ കർവ് ഉണ്ടല്ലോ അതൊന്ന് കുറച്ച് കുറവ് കൊടുത്താൽ മതി എന്നുണ്ടെങ്കിൽ അതനുസരിച്ച് നമുക്ക് ആ സ്കെയിലിനൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിട്ട് വരയ്ക്കാം കേട്ടോ. ഞാനിപ്പോൾ അവിടെ ആ കർവ് എടുത്തിരിക്കുന്നത് 2 ലൈൻ വരച്ചിരിക്കുന്നത് കാണിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി വൈഡായിട്ട് വരണമെങ്കിൽ അതിനനുസരിച്ച് കർവ് എടുത്ത് കൊടുക്കാം. അപ്പോഴും ലെങ്ത്തിലും വിഡ്ത്തിലും ഒന്നും മാറ്റം വരുന്നില്ല. ആ കർവിൻ്റെ ആ ഒരു ഷേപ്പിൽ മാത്രമാണ് നമുക്ക് കുറച്ച് മാറ്റം വരുന്നത്. ഓക്കെ, ഇത്രയും മനസ്സിലായല്ലോ. അപ്പോൾ നമ്മൾ എക്സ്ട്രാ ഇട്ട് കൊടുത്തിരിക്കുന്ന ആ ഒരു ഭാഗം ഉള്ളിലേക്ക് മടക്കി കൊടുത്തിട്ടുള്ളത് കൊണ്ടാണ് നമുക്ക് ഇങ്ങനെ കിട്ടിയിരിക്കുന്നത്. അത് നമുക്ക് കഴുത്ത് സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ കൃത്യമായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇതിങ്ങനെ ഉള്ളിലേക്ക് മടങ്ങി പോകേണ്ട ഭാഗമാണ്. അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് ഇങ്ങനെ കിട്ടിയിരിക്കുന്നത് കേട്ടോ. ഇതിങ്ങനെ നിവർത്തി ആരും വെച്ചേക്കരുത്. അത് നമുക്ക് ഉള്ളിലേക്ക് മടക്കി കൊടുക്കാനുള്ള ഭാഗം തന്നെയാണ്. ഓക്കെ, ഇത്രയും കട്ട് ചെയ്തെടുത്ത് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ജസ്റ്റ് ഒന്ന് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മൾ ഒന്ന് ബാക്കിലോട്ട് പോയി ഒന്ന് വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ ക്ലിയർ ആവും. ഇനി നമ്മൾ ഫ്രണ്ടിൽ എക്സ്ട്രാ കൊടുത്തിരുന്ന ആ ഒരു പോർഷൻ ഉണ്ടല്ലോ, ഒരു 6 ഇഞ്ച് 7 ഇഞ്ച് കൊടുത്തിരുന്നല്ലോ, അവിടെ ഫോൾഡിങ് ആണെന്ന് പറഞ്ഞിരുന്നല്ലോ. ആ മടക്ക് ഭാഗം, ആ ഫോൾഡിങ് പോർഷൻ നമ്മളൊന്ന് കട്ട് ചെയ്തെടുക്കുന്നതാണ് കാണിക്കുന്നത്. ഇനി രണ്ടും ഫ്രണ്ട് ഭാഗത്തിനെ ഇടത്തെ ഭാഗവും വലത്തെ ഭാഗവും നമ്മൾ സെപ്പറേറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ബാക്ക് പോർഷൻ ഞാനിങ്ങനെ വിരിച്ചിട്ടേക്കാണ് കേട്ടോ. ഇതിൽ ഇപ്പോൾ നല്ല ഭാഗമാണ് ഇപ്പം നമ്മുടെ മുഖത്ത് കാണുന്ന രീതിയിൽ വെച്ചിരിക്കുന്നത്. ഇനി ഇതിൻ്റെ മേലെ കൂടെ നമ്മൾ ഫ്രണ്ടിലെ പോർഷൻ വെച്ച് കൊടുക്കുകയാണ്. ഫ്രണ്ടിലെ പോർഷൻ വയ്ക്കുമ്പോൾ നല്ല പുറം നമുക്ക് അങ്ങോട്ടേക്ക് കമത്തി വെച്ച് കൊടുക്കണം. സ്റ്റിച്ച് ചെയ്ത് എടുക്കാൻ പാകത്തിനായിട്ട് വെച്ച് കൊടുക്കണം കേട്ടോ. ഇപ്പോൾ ഫ്രണ്ട് പോർഷനിൽ ഇതാ ഈ ഒരു സൈഡ് ഞാനിങ്ങനെ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. ആ ഒരു ഭാഗത്ത് നൂല് എഴുന്ന് പോകാതിരിക്കാൻ വേണ്ടി അതൊന്ന് പ്രോപ്പറായിട്ട് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് എന്ത് ചെയ്യണം, ഈ പീസിനെ ബാക്ക് പീസായിട്ട് ഒന്ന് ഷോൾഡർ ജോയിൻ ചെയ്തെടുക്കണം. ഷോൾഡർ ജോയിൻ ചെയ്തെടുക്കുമ്പോൾ ഒറ്റ പീസ് മാത്രമാണ് നമ്മളിപ്പോൾ ജോയിൻ ചെയ്തെടുക്കണത്. അതായത് ഫ്രണ്ടിലേക്ക് നമ്മൾ എക്സ്ട്രാ ഇട്ട് കൊടുത്തിരിക്കുന്ന ആ ഒരു പീസ് ഉണ്ടല്ലോ, ഇപ്പം ഞാൻ കയ്യിലെടുത്ത് കാണിക്കുന്ന ആ എക്സ്ട്രാ പീസിന് നമ്മൾ ഈ പീസ് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നില്ല. അതിനെ മാറ്റിയിട്ടിട്ട് ഇപ്പോൾ ഷോൾഡറുമായി ജോയിൻ ചെയ്ത് വെച്ചിരിക്കുന്ന ഒന്ന് സെറ്റാക്കി വെച്ചിരിക്കുന്ന ആ ഒരു പീസ് മാത്രമാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത്. 2 സൈഡിലും റൈറ്റും ലെഫ്റ്റും അങ്ങനെ തന്നെയാണ് കേട്ടോ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പോകുന്നത്. അത് സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുള്ള ഒരു സെക്ഷനാണ് നിങ്ങൾക്ക് കാണിക്കുന്നത്. ഇതാ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് എടുത്തു, ഷോൾഡർ ജോയിൻ ചെയ്തെടുത്തു. ഇനി ബാക്ക് പോർഷനിൽ നമ്മളവിടെ ഒരു വി നോച്ച് കൊടുത്തിട്ടുണ്ട്. അവിടെ നിന്ന് ഫ്രണ്ടിലേക്ക് നമുക്ക് കോളർ വെച്ച് കൊടുക്കണം. അപ്പോൾ ഇപ്പം കാണുന്ന അവിടെ വരയ്ക്ക് മാത്രം കോളർ വെച്ചാൽ മതി. ഫുൾ റൗണ്ടിലേക്ക്, ഫ്രണ്ടിലെ ഫുൾ റൗണ്ടിലേക്ക് നമുക്ക് കോളർ എത്തേണ്ട. അപ്പോൾ അത് എങ്ങനെയാണ് കട്ട് ചെയ്തെടുക്കുന്നതെന്നാണ് കാണിക്കുന്നത്. അവിടുത്തെ ഒരു മെഷർമെൻറ്റ് എത്രയാണെന്നുള്ളത് കണക്കാക്കി അതിന് വേണ്ടുന്ന അളവിലേക്ക് നമ്മളിതാ ഇവിടെ ലെങ്ത്തായിട്ടൊരു 18-19 ഇഞ്ച് ലെങ്ത്തും ഒരു 4 ഇഞ്ച് വിട്ടുള്ള 2 പീസാണ് നമ്മൾ കോളറിന് വേണ്ടി എടുത്തിരിക്കുന്നത്. ശേഷം അതിനെ ഒന്ന് ആ 2 പീസിനെ മടക്കി ഇട്ടിട്ട് ഈ കാണുന്ന രീതിയിൽ ഒന്ന് വരച്ചെടുത്തിട്ടുണ്ട്. എല്ലായിടത്തും ഇവിടെ താഴെ ക്രോസ് ആയിട്ട് വരച്ചിരിക്കുന്നിടത്ത് 2 സൈഡിലേക്കും ഹാഫ് ഇഞ്ചാണ് മാർക്ക് ചെയ്തിരിക്കുന്നത്. എന്നിട്ട് അങ്ങനെ ഒരു ക്രോസ് പോലെ വരച്ചു കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മേലേക്ക് പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് കോളറിൻ്റെ ആ കൂർത്ത പോർഷൻ വരുമല്ലോ, ആ ഒരു പോർഷനാണ് അവിടെ കാണിക്കുന്നത്. നമുക്ക് വേണമെങ്കിൽ മാത്രം അവിടെ ഒന്നിങ്ങനെ ചെരിച്ച് വരച്ചാൽ മതി. നല്ല ഫ്രണ്ടിലോട്ടാണ് നിങ്ങൾക്ക് കൂട്ടിയെടുക്കേണ്ടതെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് തുണി കൂടുതലെടുത്ത് ഫ്രണ്ടിലോട്ട് കൂട്ടിയെടുക്കുക കേട്ടോ. അപ്പോൾ താഴെ കോളറുമായിട്ട് അറ്റാച്ച് ചെയ്യുന്ന പോർഷൻ നമ്മൾ വി നോച്ച് ഇട്ട് എടുത്തിട്ടുണ്ട്. താഴെയായിട്ട് ആ വി നോച്ചാണ് നിങ്ങൾക്ക് അവിടെ കാണിച്ചു തരുന്നത്. ഇനി ഈ കോളർ പീസിനെ നമുക്ക് ബോഡിയിലേക്ക് ഒന്ന് സെറ്റാക്കി എടുക്കണം. ആ കോൺ വരച്ച് കൊടുത്തിരിക്കുന്നത്, എയർ വരച്ച് കൊടുത്തിരിക്കുന്നത് നമുക്ക് പുറത്തേക്കുള്ള ഭാഗമായിട്ടാണ് കേട്ടോ കാണിച്ചിരിക്കുന്നത്. അതായത് നമുക്ക് വീണെടുക്കുന്ന ഒരു പോർഷൻ ഉണ്ടാവുമല്ലോ, അതാണെന്നാണ് കാണിച്ചിരിക്കുന്നത്. ഇനി ആ വീനോച്ച് നമ്മൾ കൊടുത്തിരിക്കുന്നതിന് ഇതാ ഈ കാണുന്ന രീതിയിൽ നമ്മൾ ആ കോട്ടിൻ്റെ ബോഡി പോർഷനിലേക്ക് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് എടുക്കണം. ആദ്യം വീനോച്ചിൻ്റെ അവിടുന്ന് ഒരു സൈഡിലേക്ക് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നു, പിന്നെ അപ്പുറത്തെ സൈഡിലേക്ക് കൂടി സ്റ്റിച്ച് ചെയ്യുന്നു. കണ്ടോ? അപ്പോൾ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ ഈ കാണുന്ന രീതിയിലാണ് കിട്ടുന്നത്. ഇനി അവിടെ ഒരു പീസ് വെച്ച് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് ഫിനിഷ് ചെയ്ത് എടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അപ്പോൾ നമുക്കതൊരു കുറച്ചും കൂടി ഭംഗിയും കിട്ടും കേട്ടോ അങ്ങനെ ചെയ്യുമ്പോഴത്തേനും. ദാ നമ്മൾ ആ ഷോൾഡറിൻ്റെ സ്റ്റിച്ചിങ് ബാക്ക് നെക്കിൻ്റെ പോർഷനിലേക്കാണ് തിരിച്ച് വെച്ച് സ്റ്റിച്ച് ചെയ്ത് എടുത്തിരിക്കുന്നത്. അതങ്ങനെ തന്നെ സ്റ്റിച്ച് ചെയ്യണം കേട്ടോ.
അപ്പോഴാണ് നമുക്ക് കുറച്ച് ഫിനിഷിംഗ് ആയിട്ട് കിട്ടുന്നത്. ഓക്കെ, ഇനി നമ്മൾ വെച്ച് കൊടുക്കാനായിട്ടുള്ള ഒരു പീസിനെ കട്ട് ചെയ്ത് എടുക്കുന്നുണ്ട്. ഒരു ബ്ലാക്ക് പീസാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതാവുമ്പോൾ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ കുറച്ചും കൂടിയും ഭംഗിയായിട്ട് കാണാൻ പറ്റും. ഓക്കെ, 1 ഇഞ്ച് വിഡ്ത്തിലുള്ള നമുക്ക് ആവശ്യമായ ലെങ്ത്തിലേക്ക് ആ പീസിനെ കട്ട് ചെയ്തെടുക്കാം. ക്രോസ് പീസാണ് ഇവിടെ കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. ക്രോസ് പീസ്, ബയാസ് പീസ് എന്നൊക്കെ പറയും അതിനെ. അപ്പോൾ അത് കട്ട് ചെയ്തെടുത്ത് 4 ഇഞ്ച് വിഡ്ത്തിൽ തന്നെ നമ്മളൊരു സ്റ്റിച്ച് കൊടുത്ത് അവിടെ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ കാണുന്ന ആ ഒരു ഭാഗത്തിൻ്റെ തയ്യൽ തുമ്പുണ്ടല്ലോ, അത് നമുക്കൊന്ന് അവിടെ ജസ്റ്റ് നമുക്ക് മറയ്ക്കാൻ എളുപ്പത്തിന് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണം. ചെറിയ കട്ടിങ്സ് നമ്മൾ ഇട്ട് കൊടുക്കുമല്ലോ ആം ഹോളിൻ്റെ എല്ലാം സൈഡിൽ, അതുപോലെ നമ്മൾ ചെറുതായിട്ടൊന്ന് നോച്ചസ് ഇട്ട് പോവാണ്. ശേഷം ആ പീസിന് നമ്മൾ എന്ത് ചെയ്യും, ആ 4 ഇഞ്ച് തയ്യൽ തുമ്പിൽ തന്നെ ജസ്റ്റ് ഒന്ന് ഉള്ളിലേക്ക് മറച്ച് സ്റ്റിച്ച് ചെയ്യാൻ പോവാണ്. അപ്പോൾ ദാ ഈ കാണുന്ന രീതിയിൽ ഉള്ളിലേക്ക് 4 ഇഞ്ചിൽ, അപ്പോൾ നല്ല ഭംഗിയായിട്ട് കിട്ടും കേട്ടോ ആ 4 ഇഞ്ച് കനത്തിന് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുമ്പോൾ. അപ്പോൾ അത് സ്റ്റിച്ച് ചെയ്ത് ഭംഗിയാക്കി നമ്മൾ എടുത്തിട്ട് ബാക്കി തയ്യൽ തുമ്പുണ്ടല്ലോ, നമ്മൾ 1 ഇഞ്ച് വിഡ്ത്തിലാണല്ലോ തുണി എടുത്തിരിക്കുന്നത്, അപ്പോൾ ബാക്കി തയ്യൽ തുമ്പ് ഉണ്ടാവും. അത് മറ്റു തുണികളിലേക്കൊന്നും കൊള്ളാത്ത രീതിയിൽ ഭംഗിയായിട്ടൊന്ന് കട്ട് ചെയ്ത് എടുക്കുക. ശേഷം എന്ത് ചെയ്യണം, അത് ഭംഗിയായിട്ട് കട്ട് ചെയ്തെടുത്തിട്ട് ആ ഒരു പീസ് ഉണ്ടല്ലോ, ഇപ്പം നമുക്കതൊരു പീസായിട്ട് അവിടെ കാണാമല്ലോ, അതിനൊന്ന് പ്രസ് ചെയ്തടിക്കണം കേട്ടോ. പ്രസ് ചെയ്തടിക്കുന്നതിന് മുന്നേ നമ്മളിതിനൊന്ന് മറച്ചിട്ടിട്ട് ഈ ഫ്രണ്ടിലേക്ക് നമ്മൾ എക്സ്ട്രാ വെച്ചിരിക്കുന്ന ആ ഒരു ഭാഗം ഉണ്ടല്ലോ, അതിനെ എന്ത് ചെയ്യണം എന്ന് നോക്കാം. അപ്പോൾ ദാ ഇങ്ങനെ ഒന്ന് മറച്ച് പിടിച്ച് നോക്കാം. എന്നിട്ട് അതിൻ്റെ ആ ഒരു വി പോലെ വരുന്ന ആ ഒരു എൻഡിങ് ഉണ്ടല്ലോ, അവിടെ നമ്മൾ പിടിച്ചു കൊടുത്തിട്ട് ഈ കാണുന്ന രീതിയിൽ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. ഉള്ളിലേക്കാണ് ആ പീസിനെ വെച്ച് കൊടുക്കേണ്ടത്. എന്നിട്ട് ദാ ഇങ്ങനെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. നമ്മൾ താഴെ ആ ഷോൾഡറിൻ്റെ സ്റ്റിച്ച് എവിടെയാണ് വരുന്നത്, ഷോൾഡറിൻ്റെ തുമ്പ് എവിടെയാണ് വരുന്നത്, അത് കണക്കാക്കി തന്നെ ഈ പീസും ഒന്ന് പിടിച്ചു കൊടുത്താൽ നമുക്ക് തെറ്റാതെ, അളവ് തെറ്റാതെ സ്റ്റിച്ച് ചെയ്ത് മറയ്ക്കാനായിട്ട് പറ്റും. അപ്പോൾ ആ തയ്യൽ തുമ്പ് ഒന്ന് നമ്മൾ കട്ട് ചെയ്ത് കൊടുത്തിട്ട് ആ ഒരു പീസിനെ മറിച്ചെടുക്കുന്നതാണ് കാണിക്കുന്നത്. ഇനി കോളറിൻ്റെ അവിടെയായിട്ട് നമ്മൾ ആ ഒരു ബ്ലാക്ക് പീസ് വെച്ച് അടിച്ചിരുന്നല്ലോ ഉള്ളിൽ, ആ പീസിനെ ഈ കോളറിൻ്റെ ഈ എൻഡ് വരെ ഒന്ന് നമുക്ക് ഒരു 4 ഇഞ്ചിൽ പ്രസ് ചെയ്ത് അടിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് ആ ലാപ്പൽസ് വരുന്നത്. ലാപ്പൽസ് എന്നാണ് പറയുന്നത്. നമ്മളങ്ങനെ കോട്ടിൻ്റെ അങ്ങനെ മറിഞ്ഞെടുക്കുന്ന ഭാഗത്തിനെ ലാപ്പൽസ് എന്നാണ് പറയുന്നത്. അപ്പോൾ അത് നമുക്ക് നല്ല ഭംഗിയായിട്ട് തന്നെ ഫിനിഷ് ചെയ്തെടുക്കാനായിട്ട് പറ്റിയിട്ടുണ്ട്. അപ്പോൾ അതാ ഷോൾഡറിൻ്റെ പോർഷനൊന്ന് ഞാൻ കാണിച്ചു തരുന്നതാണ്. നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുമ്പോൾ കണ്ടോ അവിടെ ഷോൾഡർ ഒരുമിച്ച് വന്നിട്ടുണ്ട്. ഇനി ആ പീസിനെ അവിടെ വെച്ചിട്ട് ഒന്ന് സെറ്റാക്കി കൊടുക്കാം കേട്ടോ, ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതവിടെ ഭംഗിയായിട്ട് ഇരുന്നോളൂ. ഇനി നമ്മൾ എന്താണ് ആ ഫ്രണ്ടിലെ എക്സ്ട്രാ കൊടുത്തിരിക്കുന്ന ആ ഒരു പീസിനെ നമ്മൾ അയൺ ചെയ്തെടുക്കുകയാണ്. മേലെ മുതൽ താഴെ വരെ നമ്മൾ ഒരേ അളവിൽ തന്നെയാണോ എന്നുള്ളത് അവിടെയുള്ള നമ്മൾ അയൺ ചെയ്യുമ്പോൾ ഒരേ അളവായിരിക്കണമല്ലോ. അപ്പോൾ 5.25 ഇഞ്ചാണെങ്കിൽ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് വന്നപ്പോൾ കിട്ടിയിരിക്കുന്നത്. അപ്പോൾ മേലെ മുതൽ താഴെ വരെ ആ 5.25 ഇഞ്ച് തന്നെയാണോ കറക്റ്റ് ഇരിക്കുന്നത് എന്ന് നോക്കിയിട്ടാണ് ഞാൻ അയൺ ചെയ്ത് കൊടുക്കുന്നത്. അയണിങ്ങിന് ശേഷമാണ് നമ്മൾ താഴത്തെ ഒരു പോർഷനും സൈഡും എല്ലാം ഫിനിഷ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അത് അയൺ ചെയ്തതിന് ശേഷം ഫ്രണ്ടിലെ കൈക്കുഴി ഒന്നും കൂടി ഒന്ന് കുഴിച്ചെടുക്കാനുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് കുഴിച്ച് കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ കട്ട് ചെയ്തതുപോലെ തന്നെ 1 ഇഞ്ച് വിഡ്ത്തിൽ ക്രോസ് പീസ് നമ്മൾ കട്ട് ചെയ്തെടുത്ത് അപ്പോൾ ആവശ്യത്തിനൊന്ന് ജോയിൻ ചെയ്ത് കൊടുത്തിട്ടാണ് ഇവിടെ കൈയിൻ്റെ ആ ആം ഹോളിൻ്റെ പോർഷനൊന്ന് നമ്മൾ ഫിനിഷ് ചെയ്ത് എടുക്കുന്നത്. അപ്പോൾ അതും നമ്മൾ ഒരു 4 ഇഞ്ചിൽ സ്റ്റിച്ച് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് നോച്ചസ് കൊടുത്തിട്ട് അതിനെ കറക്റ്റായിട്ടൊന്ന് മറച്ച് സ്റ്റിച്ച് ചെയ്ത് 4 ഇഞ്ചിലൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാമല്ലേ ആ 4 ഇഞ്ച് വിട്ടാണ് നമുക്ക് പുറത്തേക്ക് കാണാനുള്ളൂ. അപ്പോൾ നല്ല ഭംഗിയായിട്ട് തന്നെ കിട്ടും നമുക്ക്. ഇനി ഈ 4 ഇഞ്ച് വിടത്തിൽ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നതിനെ അതിൻ്റെ ബാക്കി തുമ്പെല്ലാം കട്ട് ചെയ്ത് കളഞ്ഞ് ഒന്ന് മറിച്ചടിക്കണം കേട്ടോ. ശേഷം നമുക്കിങ്ങനെ ബട്ടൺ ഹോളും വെച്ച് കൊടുക്കണം. അപ്പോൾ ബട്ടൺ ഹോളും ബട്ടണും വെക്കുന്നതെല്ലാം ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ ഞാൻ കഴിഞ്ഞ ദിവസം അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കണ്ടിട്ടില്ലാത്തവർ ഒന്ന് പോയി പ്ലേലിസ്റ്റിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുവാണെങ്കിൽ ഞാൻ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്കും കൂടി ആഡ് ചെയ്തേക്കാം. അപ്പോൾ അത് നമ്മൾ ടേബിൾ ടോപ്പ് മെഷീനിലാണ് ഈ ബട്ടൺ ഹോള് സ്റ്റിച്ച് ചെയ്ത് എടുത്തിരിക്കുന്നത്.
നല്ല ഭംഗിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഞാനും ഇതുപോലുള്ള ഷർട്ടിൻ്റെ ബട്ടൺ ഹോളൊക്കെ കാണുമ്പോഴത്തേനും വിചാരിക്കാറുണ്ട് ഇത്രയും ഭംഗിയായിട്ട് നമുക്കും ചെയ്തെടുക്കാൻ പറ്റുമോ എന്ന്. പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുള്ളൊരു ഡൗട്ടാണ്. അപ്പോൾ ഞാൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി നമ്മളൊന്ന് ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കത് ക്ലീനായിട്ട് തന്നെ ചെയ്തെടുക്കാൻ പറ്റുമെന്ന്. പിന്നെ ബട്ടൺ ഞാൻ മെഷീനിൽ വെക്കാൻ നിന്നില്ല, അത് ഞാൻ കൈകൊണ്ട് തന്നെ തുന്നിയെടുക്കാണ്ടോ ചെയ്തത്. ഇതിങ്ങനെ കയറ്റിയിട്ടപ്പോഴത്തേനും നല്ല ഭംഗിയായിട്ട് ഫിനിഷിംഗ് ആയിട്ട് നമുക്ക് ബട്ടൺ ഹോളും ബട്ടണും എല്ലാം കിട്ടിയിട്ടുണ്ട്. ഇതാണ് ഫൈനൽ ലുക്ക് വരുന്നത്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് എന്താണ് അഭിപ്രായം എന്നുള്ളത് നമ്മളെ അറിയിക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തുകൊണ്ട് പോവാം. പിന്നെ നമ്മുടെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത ദിവസം നമുക്ക് മറ്റു നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. ഇതിൻ്റെ കൂട്ടത്തിൽ ആഡ് ചെയ്തിരിക്കുന്ന 3 കോഡ്സും ഞാൻ തന്നെ സ്റ്റിച്ച് ചെയ്തതാണ്. സംഭവം എങ്ങനെയുണ്ടെന്ന് അറിയിച്ചേക്കണം കേട്ടോ. അപ്പോൾ അടുത്ത ദിവസം കാണാം അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട്. അതുവരയ്ക്കും ബൈ.